സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ക്ലാസ് ആരംഭിക്കുമ്പോൾ ഈ ഇതിൻ്റെ തലക്കെട്ട് കാണിക്കുന്ന ഇതിനകത്ത് ഞാൻ 2 ചിത്രങ്ങൾ ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ യഥാർത്ഥത്തിൽ നമ്മുടെ ക്ലാസിൻ്റെ പശ്ചാത്തലമായിട്ടിട്ടേക്കുന്നത്. ഒരുപക്ഷെ വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെ ജീവിതം എന്താകാനായിരുന്നു സ്നാപക യോഹന്നാൻ ജനിച്ചതെന്ന് വളരെ മനോഹരമായിട്ട് വിശദീകരിക്കുന്ന 2 ചിത്രമാണ്. അപ്പോൾ ഈ ക്ലാസ്സിലുടനീളം ഈ ചിത്രം നിങ്ങളുടെ മനസ്സിൻ്റെ പുറകിലുണ്ടായിരിക്കണം. ഈ മരുഭൂമിയിൽ കത്തിച്ചു വച്ചിരിക്കുന്ന ഒരു വിളക്കും, അതുപോലെ തന്നെ മണലിൽ പാദച്ചുവടുകളും. ഒരുപക്ഷെ സ്നാപകന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതായിരുന്നു സ്നാപകന്റെ റോള്. ഇത് 2 അപ്രത്യക്ഷമായി പോകുന്നതാണ്. അപ്പോൾ ഈ കടൽ തീരത്ത് ഒരു തിര വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഈ കാൽപാദങ്ങളെല്ലാം. അതുപോലെ തന്നെ സ്നാപകന്റെ ലൈഫ് അതുപോലെ നമ്മളിന്ന് അതാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സ്നാപകത്തിന്റെ പദ്ധതി എല്ലാം അങ്ങനെയാണ്. നമുക്കൊക്കെ വളരെ വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നുന്ന പദ്ധതികളെല്ലാം അത് ദൈവിക പദ്ധതിക്കകത്തൊരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരിക്കും. അപ്പോൾ സ്നാപക യോഹന്നാനെ ദൈവം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത് ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടിയാണ്. ആ ലക്ഷ്യം എന്നുള്ളത് ഈ പുകമറ പോലെ അല്ലെങ്കിൽ മഞ്ഞ് പോലെ ഇങ്ങനെ മാഞ്ഞു പോകുന്ന ഒരു നിമിഷ നേരത്തേക്കുള്ളതാണ്. എത്ര നാൾ ജീവിച്ചിരുന്നെന്നോ അല്ലെങ്കിൽ എത്ര പേരെ ജ്ഞാനസ്നാനപ്പെടുത്തിയിരുന്നെന്നോ, യേശുനാഥന്റെ കണ്ടുമുട്ടലിന് ശേഷം എത്ര സമയം യോഹന്നാന് പിന്നെ ലോകത്തിൽ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത് ചരിത്രപരമായ രേഖകളിലൂടെ കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ സ്നാപകന്റെ ഈ ലോകത്തിലെ ജീവിതം വിശദമാക്കുന്ന 2 മനോഹരമായ ചിത്രങ്ങളെന്ന്. അപ്പൊ ഈ തലത്തിലാണ് നമ്മളിന്ന് നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് കുറെ നേരം ശ്രമിക്കുന്നത്. നീ ആരാണ്? അതിന് യോഹന്നാന്റെ സാക്ഷ്യം. അതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ തലക്കെട്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 1-ാം അധ്യായം 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഏതാണ്ട് 10 വാക്യങ്ങളേ ഉള്ളൂ. വളരെ ചെറുതാണ്. പക്ഷേ ഈ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം, അതായത് ഇനി വരുന്ന 21 അധ്യായം വരെയുള്ളത് എന്താണെന്ന് വ്യക്തമാക്കുന്നതാണ്. നമ്മളെടുത്തില്ല ഒരു ബുക്കിന്റെ ആമുഖം എടുത്ത് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് അറിയാൻ സാധിക്കും. നല്ല എഴുത്തുകാരാണ് ബുക്കിനൊക്കെ മുഖവര എഴുതുന്നതെങ്കിൽ, നല്ല ആമുഖം എഴുതുന്നതെങ്കിൽ ഏതാണ്ട് ആമുഖം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ബുക്കിന് എന്താണ് പ്രതിപാദിക്കാൻ പോകുന്നതെന്നുള്ളത്. അതുപോലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖം വായിക്കുമ്പോൾ നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് യോഹന്നാന്റെ വരവിനുള്ള പശ്ചാത്തലമായിട്ട് നമ്മൾ കാണുന്ന ഇതാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം, സമാന്തര സുവിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തുവിനെ നിത്യവചനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ നിത്യവചനത്തിന്റെ പ്രത്യേകത എന്താണ്? അത് യേശുനാഥൻ തന്നെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നുണ്ട്. ആകാശവും ഭൂമിയും കടന്നുപോയാലും എൻ്റെ വാക്കുകളിൽ ഒരു വള്ളി പുള്ളി പോലും തെറ്റത്തില്ല എന്നാണ്. ലോകാരംഭം മുതൽ ലോകത്തിന്റെ അവസാനം വരെ എല്ലാം മാറിയാലും എൻ്റെ വാക്കുകൾ മാറത്തില്ല എന്ന് യേശുനാഥൻ വ്യക്തമാക്കുന്നതിൻ്റെ ഒരു സൂചന. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതാണ് യോഹന്നാൻ. ഇതിന്റെ പശ്ചാത്തലമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഈ വചനത്തെയാണ് സ്നാപകൻ ലോകത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാനായിട്ട് വിളിക്കപ്പെട്ടത്. ഒരിക്കലും മാറാത്ത, എന്നും നിലനിൽക്കുന്ന നിത്യവചനമായിട്ടാണ് യോഹന്നാൻ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് സ്നാപക യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒരു ബ്രിഡ്ജ് ബിൽഡറാണ്. നമുക്കറിയില്ല, ഈ പാലങ്ങൾ നിർമ്മിക്കുന്നതിനാണ്. ഒരു നഗരത്തെ നഗരവുമായി ബന്ധിപ്പിക്കുന്നതാണ് പാലം. അപ്പൊ പഴയ നിയമ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും കണ്ണിയായും പുതിയ നിയമ പ്രവാചകന്മാരുടെ എല്ലാം ആദ്യത്തെ കണ്ണിയുമായി നിൽക്കുന്ന ഒരു പാലമാണ് സ്നാപക യോഹന്നാൻ. ക്രിസ്തുമതം വന്നിട്ടില്ല, കാരണം ക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളും തുടങ്ങിയിട്ടില്ല. പഴയ നിയമം അവസാനിച്ചിട്ടില്ല, കാരണം പഴയ നിയമത്തിന്റെ എൻഡിലാണ് സ്നാപകൻ വരുന്നത്. സോ ഹീസ് ദ ബ്രിഡ്ജ് ബിൽഡർ. ഈ പാലങ്ങളെല്ലാം
ഒന്നിനെ ചിലപ്പോൾ അത് ഒരു പാരമ്പര്യത്തെ മറ്റൊരു പാരമ്പര്യമായോ, ഒരു സംസ്കാരത്തെ മറ്റൊരു സംസ്കാരവുമായോ, ഒരു തലമുറയെ മറ്റൊരു തലമുറയുമായോ ബന്ധിപ്പിക്കുന്നതാണ് പാലങ്ങളെല്ലാം തന്നെ. അത് സാംസ്കാരികമായ പാലമാകാം, അതല്ലെങ്കിൽ പാരമ്പര്യ പാലമാകാം, ഗോത്രപാലമാകാം, മാനുഷിക പാലമാകാം, പ്രവാചക പാലവുമാകാം. സോ സ്നാപക യോഹന്നാൻ പഴയ നിയമ പ്രവാചകന്മാരെ പുതിയ നിയമവുമായി ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജ് ബിൽഡറാണ്. ഒരു പാലം നിർമ്മിക്കുന്ന, പാലം ബന്ധിപ്പിക്കുന്നതായിട്ടാണ് ഈ യോഹന്നാനെ അവതരിപ്പിക്കുന്നത് തന്നെ. മൂന്നാമതായിട്ട് ഇതിന്റെ പശ്ചാത്തലം എടുത്ത് നോക്കുമ്പോൾ ഈ യഹൂദ നേതാക്കൾക്ക് ആകെ അറിയാവുന്ന എന്താണ്? മോശ വഴി നൽകപ്പെട്ട നിയമമാണ്. അപ്പം ഈജിപ്തിന്റെ അടിമ, അവർക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്, നമുക്കതൊന്നും അവഗണിക്കാൻ പറ്റത്തില്ല. സുദീർഘമായ ഒരു രക്ഷാകരന്റെ പാരമ്പര്യമുള്ളവരാണ് യഹൂദ ജനതതി. അപ്പൊ അവര് ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് ദൈവം പല സ്ഥലങ്ങളില്, പല രൂപങ്ങളില്, പല ഭാവങ്ങളില് അവർക്ക് സന്ദേശങ്ങൾ നൽകുവാനായിട്ട് മോശ വഴി അല്ലെങ്കിൽ അഹ്റോൻ വഴി അല്ലെങ്കിൽ ഈ നേതാക്കൾ വഴിയൊക്കെ ഇങ്ങനെ ഇവരെ നയിക്കുന്നുണ്ട്. അങ്ങനെ നയിക്കുന്ന യഹൂദ നേതാക്കൾക്ക് ആകെ അറിയാവുന്ന എന്താണ്? നിയമം എന്നുള്ളത് മോശ എന്താണോ നൽകിയിരിക്കുന്നത് അതിന് മോശയും അഹ്റോനും ജോഷുവായും അത് കഴിഞ്ഞ് വരുന്ന നേതാക്കൾ എന്ത് വ്യാഖ്യാനം നൽകിയിട്ടുണ്ടോ അത് മാത്രമാണ് നിയമം. അതുപോലെ യഹൂദ നേതാക്കൾക്ക് ആകെ അറിയാവുന്നത് മോശ വഴി നൽകപ്പെട്ട നിയമങ്ങൾക്ക് അവർ പഠിച്ചു നൽകിയ വ്യാഖ്യാനങ്ങൾ മാത്രം. അതുകൊണ്ടാണ് നമ്മൾ ഈ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സാവൂൾ എന്തുകൊണ്ടാണ് ഈ ക്രിസ്ത്യാനികൾക്കെതിരായി നിന്നതിൻ്റെ കാരണം, സാവൂള് നിയമം പഠിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ നിയമപണ്ഡിതനായ ഗമാലിയലിന്റെ കീഴിലിരുന്നാണ്. അപ്പൊ ഗമാലിയൽ എന്ന് പറയുന്നത് ഹി വാസ് എൻ അതോറിറ്റി. അപ്പൊ നമ്മൾ പറയത്തില്ലേ, ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഈസ് എൻ അതോറിറ്റി ഓവർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികമായ അവസാനത്തെ വാക്യം എന്നുള്ളത് സുപ്രീം കോടതിയുടെ സുപ്രീം ജഡ്ജ് പറയുന്നതാണ്. അതുപോലെ ഈ ഗമാലിയൽ എന്ന് പറയുന്നത് അന്ന് യഹൂദ നിയമത്തിനകത്ത് എന്തെങ്കിലും സംശയം വന്നാലോ അല്ലെങ്കിൽ അതിനകത്ത് വ്യാഖ്യാനത്തിനകത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെല്ലാം ചെന്ന് ഗമാലിയലിൻ്റെ അടുത്ത് പറയും. അപ്പൊ ഗമാലിയലിന്റെ ന്യായാസനത്തിൽ കയറി ഇരുന്നിട്ട് എന്താണ് പറയുന്നത് അതായിരുന്നു നിയമം. ഇപ്പൊ ഞായറാഴ്ച 14 സ്റ്റെപ്പേ വെക്കാൻ പാടുള്ളൂ എന്ന് മോശയുടെ നിയമത്തിലുണ്ടെങ്കിൽ ഗമാലിയൽ പറയുന്നത് 14 അല്ല 21 വയ്ക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൂൾ. അങ്ങനെ ആയി മാറും. ആ ഗമാലിയലിന്റെ കീഴിലിരുന്നാണ് സാവൂള് നിയമം പഠിച്ചത്. അപ്പൊ സാവൂളിന്റെ മനസ്സിനകത്തിരിക്കുന്നത് മുഴുവൻ യഹൂദ പാരമ്പര്യവും യഹൂദ നിയമങ്ങളുമാണ്. അതിനെതിരായിട്ടാണ് ഒരു പുതിയ ശാഖ വരുന്നത്. അതുകൊണ്ടാണ് സാവൂള് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഈ ക്രിസ്ത്യാനികൾക്കെല്ലാം എതിരായി മാറിയത്. പിന്നത്തെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുപോലെ യഹൂദ നേതാക്കൾ സ്നാപകനെ ചോദ്യം ചെയ്യാനായിട്ട് പുരോഹിതരെയും ലേവ്യരെയും അയക്കുന്നു. അതുപോലെ സ്നാപകന്റെ പ്രഭാഷണം എന്തോ ഒരു പുതുമയുണ്ട്. സ്നാപകൻ യഹൂദനാണ്, കാരണം സക്കറിയ യഹൂദ പുരോഹിതനാണ്, പുതിയ നിയമ പുരോഹിതനല്ല. ആ യഹൂദ പുരോഹിതന്റെ മകൻ ഓട്ടോമാറ്റിക്കലി എന്തായി മാറണം? യഹൂദ പുരോഹിതനായി മാറണം. അപ്പൊ അവൻ ഇത് ഒരു പ്രഭാഷണമായിട്ട് വരുന്നു. ഈ പ്രഭാഷണത്തിനകത്ത് മറ്റേ മോശ പറഞ്ഞതോ അല്ലെങ്കിൽ ഗമാലിയൽ പറയുന്നതോ അങ്ങനത്തെ വ്യാഖ്യാനങ്ങളൊന്നും അല്ല ഇതിനകത്ത് വരുന്നത്. വേറെ എന്തിനെയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, വേറെ എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നാപകൻ പ്രഭാഷണം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പുതിയ നിയമത്തെയും പഴയ നിയമത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് സ്നാപകൻ എന്നുള്ളത്. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ യഹൂദർക്ക് പിടിയിട്ടില്ല, മനസ്സിലായില്ല. അപ്പൊ മനസ്സിലാകാത്തോണ്ട് ജനങ്ങൾ മുഴുവൻ ഈ മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെ ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഈ യഹൂദന്മാർക്ക് ജ്ഞാനസ്നാനം എന്നൊരു സാധനം ഇല്ല. അവർക്കുള്ള സർക്കംസിഷനാണ്. ഈ 8-ാം ദിവസമാകുമ്പോൾ പരിശോധനത്തിന് വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുപോകുന്നു. ആ പരിശോധനത്തിന്റെ ഭാഗമായിട്ട് 2 ആടുകളെയോ ചങ്ങാലികളെയോ സമർപ്പിച്ച് അങ്ങനെ അങ്ങനെ ദൈവ പുരുഷനായി മാറുന്ന അല്ലെങ്കിൽ യഹൂദ മതത്തിലേക്ക് മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ യഹൂദർക്ക് ഈ ജ്ഞാനസ്നാനം, ഇപ്പം നമുക്ക് ഹിന്ദുക്കളുടെ അടുത്ത് ജ്ഞാനസ്നാനം എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. അപ്പൊ അതുപോലെ യഹൂദർക്കും ഈ ജ്ഞാനസ്നാനം എന്തെന്ന് അറിയത്തില്ല. എന്നാൽ സ്നാപകൻ ഇതാ പുതിയൊരു ആശയമായി വരുന്നു, ജ്ഞാനസ്നാനം കൊടുക്കുകയാണ്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, നീ ആരാണ്?
യോഹന്നാനെ ബന്ധിപ്പിക്കാൻ ശ്രമിച്ച എല്ലാ വ്യക്തിത്വങ്ങളെയും സ്നാപകൻ നിഷേധിക്കുകയാണ്. അവർക്കറിയുന്ന വലിയ വലിയ നേതാക്കളുണ്ട്. മോശ, ഏലിയ, അല്ലെങ്കിൽ ജെറമായ, അല്ലെങ്കിൽ പ്രവാചകര്. അപ്പൊ അവരൊക്കെയാണ് ഇത്രയും മനോഹരമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചത്. ഇന്ന് നമ്മൾ സുവിശേഷത്തിനകത്ത് ഒന്നാം വായനയിൽ വായിച്ചു കേട്ടത് ഈ മോശയ്ക്കെതിരെ സംസാരിച്ച മിറിയാമിനെയും അഹ്റോനെയും ദൈവം ശിക്ഷിക്കുന്നതാണ്. ഇന്ന് പള്ളിയിൽ വന്നെങ്കിൽ നമുക്കറിയാം, ഒന്നാമത്തെ വായന അതായിരുന്നു. അപ്പൊ അവിടെ ദൈവം ശിക്ഷിക്കാൻ കാരണം എന്താണ്? അവര് മോശ മാത്രമാണ് പ്രവാചകൻ, ഞങ്ങൾക്ക് വേറെയും ഞങ്ങളുടെ അടുത്തും ദൈവം സംസാരിച്ചിട്ടില്ലേ? കാരണം അത് ശരിയാണ്, ദൈവം സംസാരിക്കാൻ വേണ്ടി കൂടെ അയച്ചത് ആരെയാണ്? അഹ്റോനെയാണ്. ഈ മുൾപ്പടർപ്പിനടുത്ത് വെച്ച് പറഞ്ഞപ്പം ഈ ഈജിപ്തിൽ പോകാൻ പറഞ്ഞു, ഫറവോടുത്ത് പോകാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഞാനൊരു വിക്കനാണ്, എനിക്കൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞതിന് അയാൾ 10 വാക്ക് പറഞ്ഞിരിക്കും, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പറഞ്ഞു, എന്നാൽ നീ നിന്റെ സഹോദരനെ അഹ്റോനെ വിളിക്ക്, നീ അഹ്റോനെല്ലാം പറഞ്ഞു കൊടുക്കണം, നീ പറയുന്നതെല്ലാം അഹ്റോൻ അവിടെ പറയും. അപ്പം അതുപോലെ ഈ മോശ പറയുന്നതെല്ലാമാണ് നിയമമായിരുന്നു. അപ്പം അവര് ഈ സ്നാപകന് ഇതെല്ലാം പ്രസംഗിക്കുമ്പോൾ അവര് ഈ സ്നാപകനെ ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇപ്പം മോശയാണോ, 2-ാം മോശയാണോ, അല്ലെങ്കിൽ ഏലിയായാണോ? ഏലിയുടെയൊക്കെ എന്താണ് പ്രവചനം എന്നുള്ളത് ഭയങ്കര, പ്രവാചകന്മാരിൽ പ്രമുഖനാണ് ഏലിയ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവാചകന്മാരാണോ? പക്ഷേ ഈ ചോദ്യങ്ങൾക്കെല്ലാം സ്നാപകൻ വളരെ എളിമയോടുകൂടി പറയുന്നതാണ്, ഞാനല്ല. അതായത് എത്ര വലിയ വ്യക്തിത്വങ്ങളുമായിട്ട് യോഹന്നാനെ ബന്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നോ അത്രയും അധികം എളിമയോടുകൂടി സ്നാപകൻ അത് മുഴുവൻ നിഷേധിക്കുകയാണ്. ഒരു സ്നാപകൻ പറയുന്നത് എന്താണ്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിനകത്ത്, ഐ ആം ജസ്റ്റ് എ വോയിസ്, ഞാൻ വെറും ഒരു ശബ്ദമാണ്. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ചാണെങ്കിൽ ഈ ശബ്ദം ഈ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് ഈ ശബ്ദം നിലയ്ക്കും. ഈ ശബ്ദം പിന്നെ നിലനിൽക്കുവോ? ഇല്ല, ഇറ്റ്സ് ഗോൺ. അതുപോലെ സ്നാപകൻ പറയുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വലിയ വലിയ ആൾക്കാരുടെ കാര്യമൊന്നും എൻ്റെ അടുത്ത് പറയണ്ട, ഞാൻ ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ, വിജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. ഇത് യഥാർത്ഥത്തിൽ അവർക്ക് വലിയൊരു ഇരുട്ടടിയാണ്. ഇതിനകത്ത് 2 വാക്കുകൾ വളരെ പ്രധാനമാണ്. ആ 2 വാക്കും യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുവരെ അജ്ഞാതമായിരുന്ന 2 വാക്കുകളാണ് സ്നാപകൻ ഒറ്റ ഉത്തരത്തിനകത്ത് പറയുന്നത്. എന്താണ് ആ വാക്കുകൾ? മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കും. ആരാണ് ഈ കർത്താവ്? ഇതുവരെ അങ്ങനെ ഒരാളെ പറ്റി അവർ കേട്ടിട്ടില്ല. അവർ കേട്ടിരിക്കുന്നത് മോശയുണ്ട്, ഏലിയായുണ്ട്, ജെറമയായുണ്ട്, എസെക്കിയേലുണ്ട്, അല്ലെങ്കിൽ ആമോസ് ഉണ്ട്, പ്രവാചകന്മാരുടെ ഒരു നിര തന്നെ അവർക്കുണ്ട്. ഇതിനകത്ത് ആരാണ് ഈ കർത്താവ്? അത് വന്ന് പറയുന്ന ആരാ? ഒരു പുരോഹിതന്റെ മകനായ യോഹന്നാൻ വന്നിട്ട് പറയുന്നത് കർത്താവിന് മരുഭൂമിയിൽ വഴിയൊരുക്കാൻ പറയുകയാണ്. അപ്പൊ ഈ കർത്താവ് എന്ന ആശയം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം പുതുമയേറിയ ഒരു ആശയമാണ്. രണ്ടാമത് അവർക്ക് പുതുമയേറിയ അവർക്കൊരു ഇരുട്ടടിയായിട്ട് വരുന്നതാണ് ഈ നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുന്നു. അവർക്കറിയുന്ന ദൈവം ആരാണ്? യഹോവ എന്ന ദൈവമാണ്. ആ ദൈവത്തിന് ഓൾറെഡി ദേ ആർ ഡൂയിങ്. ദൈവം പറയുന്ന ബലികള്, ദൈവം പറയുന്ന കാഴ്ചകള്, ദൈവം പറയുന്ന പെരുന്നാളുകൾ, ദൈവം പറയുന്ന ആചാരങ്ങൾ ഒക്കെ അനുസരിക്കുന്നവരാണ് യഹൂദന്മാർ. അവരുടെ അടുത്ത് വന്നിട്ട് ഈ സ്നാപകൻ പറയുന്ന 2 സുപ്രധാന ആശയങ്ങൾ അവരെല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ഡയലോഗ് നമ്മൾ ശരിക്കും ബൈബിളിൽ വായിക്കുമ്പോൾ ഈ വന്ന പുരോഹിതന്മാരും ലേവായാലും അവരെല്ലാവരും ഏതാണ്ട് ഒരു ഈ അജ്ഞതയിലായി. അപ്പൊ അതുപോലെ സ്നാപകൻ പറയുന്നു, ഞാനൊരു ശബ്ദമാണ്, പക്ഷെ എൻ്റെ ശബ്ദത്തിൽ നിന്ന് ഉയരുന്ന എന്താണ്? കർത്താവിന് വഴിയൊരുക്കുവിൻ, ദൈവത്തിന് വിശാല വീതി ഒരുക്കുക. അപ്പൊ ഈ 2 ആശയങ്ങൾ യഹൂദരെ സംബന്ധിച്ചോളം തീർത്തും മനസ്സിലാകാത്ത 2 ആശയങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഈ സ്നാപകന്റെ വെളിപ്പെടുത്തലിൽ 2 കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. ഒന്ന്, ഹീസ് ഡിസോണിങ് എവ്രി ടൈറ്റിൽസ്. യോഹന്നാന് ഈ യഹൂദ പണ്ഡിതന്മാരും യഹൂദ പുരോഹിതന്മാരും യഹൂദ പ്രവാചകന്മാരും നിയമദാതാക്കളും എല്ലാം യോഹന്നാന് ഓണറബിൾ, എക്സലൻസി, ലോർഡ്ഷിപ്പ്, യുവർ ഓണർ അതെല്ലാം കൊടുക്കാൻ ശ്രമിച്ചിട്ട് യോഹന്നാൻ അതെല്ലാം എളിമയോട് പറഞ്ഞു, ഐ ആം നോട്ട് ദാറ്റ്, ഐ എം ജസ്റ്റ് എ സിമ്പിൾ മാൻ, സിമ്പിൾ വോയിസ്. അങ്ങനെ ഒരു ടൈറ്റിൽ എനിക്കില്ല.
അതാണ് യോഹന്നാൻ വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, യോഹന്നാൻ ഈസ് ഗിവിങ് എ ടുവേർഡ്സ് ഹിസ് മിഷൻ. ഒരു പുതിയ പ്രേക്ഷിതത്വത്തിന് പ്രാരംഭം കുറിക്കുന്ന ഒരു സൂചന യോഹന്നാൻ തൻ്റെ ഉത്തരത്തിനകത്ത് നൽകുന്നുണ്ട്. കർത്താവ്, ദൈവം, ഈ രണ്ട് വാക്കുകളിലൂടെ യോഹന്നാൻ തൻ്റെ പ്രേക്ഷിതത്വത്തിന് ഒരു പുതിയ സൂചന നൽകുന്നത് ആ ഉത്തരത്തിനകത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഫരിസേയരുടെ ചോദ്യം ഇതാണ്, സി യു ആർ നോട്ട് ആൻ അതോറിറ്റി. ഇപ്പം നമ്മൾ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസറിന് മാത്രമേ ക്ലാസ്സിൽ കയറി നിന്നിട്ട് ലെക്ചർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുപോലെ അവിടെ ഈ സാധാരണ രീതിയിൽ പരിശോധന നടത്തേണ്ടത് പുരോഹിതന്മാരാണ്, ബലിയർപ്പിക്കേണ്ടത് പുരോഹിതന്മാരാണ്, ധൂപദീപ കാഴ്ചകളൊക്കെ സമർപ്പിക്കേണ്ടത് പുരോഹിതന്മാരാണ്. ബട്ട് ദിസ് ഫെല്ലോ ഈസ് ഡൂയിങ്, ഇയാൾ പക്ഷെ ചെയ്യുന്നത് ഈ പൂജയും അല്ല, ആചാരമല്ല, ഇയാൾ ഹീസ് ഡൂയിങ് സംതിങ്. അപ്പോൾ സ്നാപകൻ ഇങ്ങനെ സ്നാനം നൽകുമ്പോൾ അവർ ചോദിക്കുകയാണ്, വൈ ആർ യു ഡൂയിങ് ദിസ്, യു ആർ നോട്ട് ആൻ അതോറിറ്റി. അതായത് ഈ യോഹന്നാൻ്റെ ഉത്തരം ഒന്നും ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. യോഹന്നാൻ പറയുന്നത് എന്താണ്, ഞാൻ വെറുതെ വെള്ളം കോരി ഒഴിക്കുന്നതേ ഉള്ളൂ, എന്നാൽ നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ മധ്യമുണ്ട്. ഉദാരപ്പ, ഞങ്ങളറിയാത്ത ഒരാൾ, ഇത്ര നാൾ ഞങ്ങൾക്കാണെല്ലാം അറിയുന്നത്, മഹാപുരോഹിതനറിയാത്ത എന്ത് വിചിത്രമായതാണ് നിനക്കറിയാവുന്നത്. അങ്ങനെ അവരെ മുഴുവൻ ഒരുമാതിരി ഈ ഒരു അജ്ഞതയിൽ നിലനിർത്തിക്കൊണ്ട് തമാശ കാണിക്കുന്നത് പോലെയാണ് യോഹന്നാൻ്റെ ഉത്തരങ്ങൾ മുഴുവൻ വരുന്നത്. പക്ഷെ യോഹന്നാനാണ് ശരി. എല്ലാ ശരികളും എല്ലാ സത്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ എപ്പോഴും നമുക്ക് മനസ്സിലാകണമെന്നില്ല. എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് അത് ശരിയല്ലാതാകത്തുമില്ല. പലപ്പോഴും ലോകത്തിൻ്റെ ഗതി വേറെ രീതിയിലൊക്കെയാണ്. അപ്പം ഇവിടെ ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ നിങ്ങളറിയാത്ത ഒരാൾ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഈ സംഭാഷണത്തിൻ്റെ പ്രത്യേകതയിൽ രണ്ട് കാര്യങ്ങളുണ്ട് യോഹന്നാൻ ഈ പറയുന്നത്. ഒന്ന്, സ്നാപക യോഹന്നാൻ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തെപ്പറ്റി സുവ്യക്തമായൊരു സൂചന നൽകുകയാണ്. രണ്ടാമതായിട്ട്, ക്രൈസ്റ്റ് ഈസ് ഓൾറെഡി എമംഗ് യു, ക്രിസ്തു നിങ്ങളുടെ മധ്യത്തിൽ തന്നെയുണ്ട്. ഈ രണ്ട് സൂചനകളാണ് യഥാർത്ഥത്തിൽ സ്നാപക യോഹന്നാൻ തൻ്റെ ഉത്തരത്തിലൂടെ അവർക്ക് നൽകുന്നത്. യോഹന്നാൻ രണ്ട് ഈ വിചിത്രമായ ആശയങ്ങൾ നൽകിയിട്ട് വേണം. ഒന്ന്, ക്രിസ്തു നിങ്ങളുടെ മധ്യത്തിലുണ്ട്. രണ്ട്, ആ ക്രിസ്തു ഇതുവരെയും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് 4 കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ് ഈ യോഹന്നാൻ്റെ മറുപടിയിൽ. ഒന്നാമതായിട്ട്, യോഹന്നാൻ ഈസ് ബിക്കമിങ് എ വിറ്റ്നസ്, ഒരു സാക്ഷ്യം പറയുകയാണ് യോഹന്നാൻ. അതായത് ഇവരുടെ എല്ലാ ശ്രദ്ധയും യോഹന്നാനിലേക്ക് കേന്ദ്രീകരിക്കുന്ന ആ സമയത്ത് യോഹന്നാൻ ആ ശ്രദ്ധകളെ മുഴുവൻ മറ്റാരിലേക്കോ കേന്ദ്രീകരിക്കുകയാണ്, മറ്റാരിലേക്കോ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് യോഹന്നാൻ. രണ്ടാമതായിട്ട്, യോഹന്നാൻ വളരെ എളിമയോടുകൂടി, യാതൊരുവിധ തലക്കെട്ടുകളും അവകാശപ്പെടുന്നില്ല, എ സിമ്പിൾ മാൻ, എ സിമ്പിൾ വോയിസ്. അങ്ങനെ അതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത്, ഇവിടെ ഒരു തയ്യാറെടുപ്പിനെ പറ്റി ഒരു സൂചന കൊടുക്കുകയാണ്. പ്രിപ്പയർ ദ വേ ഓഫ് ദ ലോർഡ്, കർത്താവിന് വഴിയൊരുക്കുവിനെന്ന് ഈ യോഹന്നാൻ്റെ ഉത്തരത്തിൽ ഒരു സൂചന കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്തോ വലിയൊരു സംഭവത്തിൻ്റെ പ്രാരംഭമാണ്. ഇപ്പം നമ്മൾ ഈ കാലാവസ്ഥാ നിരീക്ഷകർ പറയും, ഈ പക്ഷികളും മൃഗങ്ങളും ചില വിചിത്രമായ സ്വഭാവങ്ങൾ കാണിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, സുനാമിയോ അല്ലെങ്കിൽ ഭൂമി കുലുക്കമോ അങ്ങനെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു പണ്ട്. അപ്പം അതുപോലെ യോഹന്നാൻ എന്തോ വലിയൊരു സംഭവത്തിൻ്റെ സൂചന, ആരംഭം കുറിക്കുന്ന ഒരു സൂചനയാണ് കർത്താവിന് ഒഴുകി. നാലാമതായിട്ട്, മറഞ്ഞിരിക്കുന്ന മിശിഹ യേശു അവരുടെ മധ്യേ തന്നെ ഉണ്ട് എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പം ഇതാണ് ഈ സുവിശേഷത്തിനകത്തുള്ള 4 സുപ്രധാനമായ സൂചനകൾ എന്നുള്ളത്. എന്നിട്ട് ഈ പഠനം നമ്മൾ ധ്യാനപൂർവ്വം, മെഡിറ്റേറ്റീവ്ലി ലീഡിങ് ടുവേർഡ്സ് 4 ക്വസ്റ്റ്യൻസ്, വളരെ ധ്യാനപൂർവ്വം നമ്മളെ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം തേടാൻ നിർബന്ധിതരാക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം,
ഞാൻ ക്രിസ്തുവിൽ ആരാണ് എന്നെങ്കിലും ഈ ചോദ്യം നമ്മൾ ചോദിക്കണം. ഞാനാണോ ക്രിസ്തു, അതോ ക്രിസ്തുവിൽ ഞാൻ ആരാണ്? ഈ ചോദ്യം നമ്മൾ എപ്പോഴും ചോദിക്കണം. അങ്ങനെ സ്നാപകന്റെ മനോഭാവം നമ്മിലേക്ക് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും. സ്നാപകന്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ മോശയാണോ? മോശ വലിയ ദൈവം മുഖാമുഖം സംസാരിച്ച ഒരേ ഒരു പ്രവാചകൻ. നീ ഏലിയാണോ? അഗ്നേയരഥത്തിൽ സ്വർഗത്തിലേക്ക് ജീവനോടുകൂടി കൊണ്ടുപോയ ഒരേ ഒരു പ്രവാചകൻ. അങ്ങനെ വലിയ വലിയ ടൈറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ടും അയാൾ പറഞ്ഞത് അതൊന്നുമല്ല. അപ്പം ഞാൻ ക്രിസ്തുവില്ല, ഞാനാണോ ക്രിസ്തു, അതോ ക്രിസ്തുവിൽ ഞാൻ ആരാ? ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കണം. രണ്ട്, ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാനായിട്ട്, ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. എന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും തോന്നുമോ ഓ ഇതൊരു ക്രിസ്ത്യാനിയാണെന്നുള്ളത്? ഞാൻ ക്രിസ്തുവിന് സാക്ഷിയായി ജീവിക്കുന്നുണ്ടോ? സ്നാപകന്റെ ഒരൊറ്റ പ്രഭാഷണത്തിനകത്താണ് ഈ രണ്ട് സാക്ഷ്യം വന്നത്. കർത്താവ്, ദൈവം. ഈ രണ്ട് വാക്കുകൾ സ്നാപകന്റെ ആ ഒറ്റ സെന്റൻസിനകത്ത് വന്നെങ്കിൽ നമ്മൾ 10 കൊല്ലമായി, 20 കൊല്ലമായി, 30 കൊല്ലമായി, 40 കൊല്ലമായി, 55 കൊല്ലമായിട്ടും നമ്മൾ ക്രിസ്ത്യാനി എന്ന് ജീവിക്കുന്ന നമുക്ക് ആക്ച്വലി ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നവരാണോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. മൂന്നാമത്തെ ചോദ്യം, ക്രിസ്തു വളരുവാനായി ഞാൻ കുറയുന്നുണ്ട്. ഈ ഫ്രേസ് കണ്ടുപിടിച്ചത് സ്നാപക യോഹന്നാനാണ്. ആ ഫ്രേസ് അല്ലെങ്കിൽ ആ വാക്യം നമ്മിൽ അന്വർത്ഥമാകത്തക്ക രീതിയിൽ നമ്മുടെ സ്വഭാവ പ്രവർത്തന രൂപീകരണത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നുണ്ടോ, വരുത്തേണ്ടതുണ്ടോ? അതാണ് മൂന്നാമത്തെ ചോദ്യം എന്നുള്ളത്. നാലാമത്തെ ചോദ്യം എന്നുള്ളത്, നമ്മുടെ മധ്യയുള്ള ക്രിസ്തുവിനെ ആക്ച്വലി നമ്മൾ കണ്ടെത്തുന്നുണ്ടോ, അത് വിട്ടുകളഞ്ഞിട്ടുണ്ടോ? അപ്പൊ ഈ 4 ചോദ്യങ്ങൾ ഈ ക്ലാസിന്റെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതാണ് ആ പരിവർത്തനം നടക്കുന്ന സമയം അവിടെയാണ്. അപ്പൊ അതുപോലെ ഞാനൊരു സാക്ഷിയെ ജീവിക്കുന്നുണ്ടോ, ക്രിസ്തു വളരുവാനായി ഞാൻ കുറയുന്നുണ്ടോ, നമ്മുടെ മധ്യയുള്ള ക്രിസ്തുവിനെ നമ്മൾ വിട്ടുകളയുന്നുണ്ടോ, അതോ കണ്ടെത്തുന്നുണ്ടോ? നേതൃത്വത്തെ പറ്റിയും ശുശ്രൂഷയിലെ ലാളിത്യത്തെ പറ്റിയും എളിമയെ പറ്റിയും സ്നാപകൻ എന്ത് ആണ് നമ്മളെ പഠിപ്പിക്കുന്നത്? നമ്മളെ മതബോധന അധ്യാപകനായിരിക്കാം, അജപാലന ശുശ്രൂഷകനായിരിക്കാം, അല്ലെങ്കിൽ കുടുംബ ശുശ്രൂഷകനായിരിക്കാം, അല്ലെങ്കിൽ വിദ്യാഭ്യാസ ശുശ്രൂഷകനായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിലച്ഛനായിരിക്കാം, അല്ലെങ്കിൽ കപ്പിയാരായിരിക്കാം, ചെമ്മതൂറായിരിക്കാം. സ്നാപക യോഹന്നാൻ നമ്മുടെ ശുശ്രൂഷകളിൽ ശുശ്രൂഷയുടെ നേതൃത്വത്തെ പറ്റിയും ശുശ്രൂഷയിലെ ലാളിത്യത്തെ പറ്റിയും എളിമയെ പറ്റിയും യോഹന്നാൻ എന്താണ് പഠിപ്പിക്കുന്നത്? നമ്മൾ തുടർന്നുള്ള ഈ ക്ലാസിന്റെ തുടർന്നുള്ള ധ്യാനത്തിന് നമുക്ക് സഹായിക്കാവുന്ന 2-3 കാര്യങ്ങളാണ്. ഒന്ന്, യെശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 4-5 വാക്യങ്ങൾ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും, കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാക്കപ്പെടും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും അത് ദർശിക്കും. രണ്ടാമത്തെ വാക്യം എന്നുള്ളത് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 30-ാമത്തെ വാക്യം. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. മൂന്നാമതായിട്ട് നമ്മൾ ചോദിക്കേണ്ടത്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിനകത്ത് അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ